നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇടുക്കിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഇതാണ് ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര ഇടുക്കിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ താഴോട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുഭാഗത്തായി വേരിയസ് വേക്കൻറ്റ് പൊസിഷൻസ് അറ്റ് KVK ഇടുക്കി എന്ന് കാണാം. ഇതിൻ്റെ താഴെ ഡൗൺലോഡ് ആൻഡ് അപ്ലൈ എന്നൊരു ലിങ്കും കാണാം. ഈ ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമോട് കൂടിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ഫയലായിരിക്കും നിങ്ങൾക്ക് ഓപ്പണായി ലഭിക്കുക. ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്യുമെൻറ്റിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എത്താവുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ ഗൂഗിൾ ഡോക്ക് വഴി നിങ്ങൾക്ക് വായിച്ചെടുക്കുവാനും സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷനിലേക്ക് എത്താം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ ഉള്ളത് എന്ന് ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് എന്നൊരു വേക്കൻസിയാണ്. ഹോർട്ടിക്കൾച്ചർ വിഭാഗത്തിലാണ് ഒരു വേക്കൻസിയാണ് ഉള്ളത്. അതിൻ്റെ പേ സ്കെയിൽ വരുന്നതിന് സാലറി വരുന്നത് ഏകദേശം 15,600 രൂപ മുതൽ 39,100 രൂപ വരെ ആയിരിക്കും. ഈ ഒരു സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചറിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ആവശ്യം. അപ്പോൾ ഹോർട്ടിക്കൾച്ചറിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുക. മാത്രമല്ല അടുത്തൊരു പോസ്റ്റ് വരുന്നത് ഡ്രൈവർ എന്നൊരു പോസ്റ്റാണ്. ഒരു ഒഴിവാണ് നിലവിലുള്ളത്. ഡ്രൈവർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി ഏകദേശം 5,200 രൂപ മുതൽ 20,200 രൂപ വരെ ആയിരിക്കും. അതിനുവേണ്ട ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾ SSLC പാസ്സായിരിക്കണമെന്നാണ് ഒരു അടിസ്ഥാന യോഗ്യത. മാത്രമല്ല നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഈ രണ്ടുമാണ് ഇതിന് വേണ്ട ഒരു എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. മാത്രമല്ല ഇതിന് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കും. ആ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള നിയമനം ലഭിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസും അതല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കൽ വർക്കിൽ ഉള്ള എക്സ്പീരിയൻസോ അത്തരത്തിൽ ആ ട്രേഡിൽ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ITI സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഇവർ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമല്ല. കാര്യമായി വേണ്ടത് നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നുള്ളതാണ്. അത് ഹെവി ലൈസൻസ് വേണോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നൽകിയിട്ടില്ല. എന്ന് മാത്രമല്ല ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും 4 വീൽ ഡ്രൈവ് ഹെവി ലൈസൻസ് ഉള്ളവർക്കായിരിക്കും അതിൽ മുൻഗണന ഉണ്ടായിരിക്കുക. കാരണം അവർക്ക് ഓടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഹനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക എന്നാണ് കരുതുന്നത്. ഇത്തരത്തിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ പോസ്റ്റായ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റിന് വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. മാത്രമല്ല ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നവരുടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ആ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല SC ST OBC PWD കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു അഡ്രസ്സിലേക്കാണ് പോസ്റ്റിലായിട്ട് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ടു ദ ചെയർപേഴ്സൺ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്ര BSS ശാന്തമ്പാറ ഇടുക്കി ഡിസ്ട്രിക്ട് 685619 കേരള. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ പോസ്റ്റിലായിട്ട് അയക്കേണ്ടത്. പോസ്റ്റിലായി അയക്കുമ്പോൾ ഇതിന് താഴെ ഈ ഒരു നോട്ടിഫിക്കേഷന് തൊട്ട് താഴെയായി ഒരു ആപ്ലിക്കേഷൻ ഫോം നൽകിയിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുകയും മാത്രമല്ല നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫും അതോടൊപ്പം തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോയും ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോ ആണ് നിങ്ങളതിൽ ഒട്ടിക്കേണ്ടത്. മാത്രമല്ല നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും അത്തരത്തിൽ ഉള്ള കോപ്പികൾ കൂടി ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല നിങ്ങൾ പോസ്റ്റിലായി അയക്കുന്ന കവറിന് മുകളിൽ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതണം. അഡ്രസ്സ് മാത്രം എഴുതിയാൽ പോരാ. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ്, ഇപ്പോൾ ഡ്രൈവർ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഡ്രൈവർ എന്ന് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ഏതൊരു പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നത് നിങ്ങളത് വ്യക്തമായി എഴുതണമെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു അഡ്രസ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഫീസ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അത് DD ആയിട്ട് 500 രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. അത് ചെയർപേഴ്സൺ ബാപ്പുജി സേവക് സമാജ് എന്ന ഹെഡിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജകുമാരി എന്ന സ്ഥലത്ത് മാറാൻ കഴിയുന്ന തരത്തിലുള്ള DD ആയിരിക്കണം. 500 രൂപയുടെ DD ആയിരിക്കണം അയക്കേണ്ടത്. SC ST കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഫീസൊന്നും ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 500 രൂപയുടെ DD ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും ചെയർപേഴ്സൺ ബാപ്പുജി സേവക് സമാജ് എന്ന പേരിലേക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജകുമാരിയിൽ മാറാൻ കഴിയുന്ന രീതിയിലുള്ള DD വേണം നിങ്ങൾ അയക്കുവാൻ. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് ഫില്ലപ്പ് ചെയ്ത് അയക്കേണ്ടത്. ഈ ഒരു ഭാഗത്തായി നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കുകയും അതോടൊപ്പം തന്നെ ഫോട്ടോൻ്റെ താഴ്ഭാഗത്തായി മുഖം അറിയാത്ത രീതിയിൽ നിങ്ങളുടെ സിഗ്നേച്ചർ കൂടി
എഴുതണം. എന്നിട്ട് വേണം ഒട്ടിക്കാൻ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സിൻ്റെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെയും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടി ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടതാണ്. ഈ ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പികളോടൊപ്പം തന്നെ ഈ DDയുടെ ഒറിജിനൽ കോപ്പി തന്നെ ഈ ഒരു ആപ്ലിക്കേഷനോടൊപ്പം വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷനിൽ പറയുവാനുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻസുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. മാത്രമല്ല ഡ്രൈവർമാരായ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.